DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ ഇടം നേടിയവർ ഹിയറിംഗിന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകണം. അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ പേരുണ്ടാകില്ല. നിശ്ചയിച്ച സമയത്ത് ഹിയറിംഗിന് ഹാജരാകാത്തവർ അതിനുള്ള കാരണം രേഖാമൂലം EROയെ അറിയിച്ച് നേരിട്ട് അപേക്ഷ നൽകിയാൽ മാത്രമേ അടുത്ത ഹിയറിംഗിനുള്ള സമയം ലഭിക്കൂ. അതും ഒരവസരം മാത്രമേ ലഭിക്കൂ. SIRന്റെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ നോട്ടീസ് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെക്കുറിച്ച് BLOമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ കുറിപ്പിലാണ് ഇക്കാര്യമുള്ളത്. ആദ്യം നൽകിയ സമയത്ത് നോട്ടീസ് ലഭിച്ച വോട്ടർ ഹാജരാകാതിരിക്കുകയും അതിൻ്റെ കാരണം ബോധിപ്പിച്ച് രേഖാമൂലം അപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ കേസ് അവസാനിപ്പിച്ചതായി കണക്കാക്കി ലഭ്യമായ വസ്തുതകൾ പരിഗണിച്ച് ERO കാരണം വ്യക്തമാക്കിയ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത്. അടുത്ത അറിയിപ്പ്, തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പൊതുവിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുഖേന സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി 30 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ലഭിക്കുന്ന ഈ വായ്പ 18 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി നൽകുന്നതാണ്. വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ അടിസ്ഥാനമാക്കി വായ്പ അനുവദിക്കും. താൽപ്പര്യമുള്ളവർ www.kswdc.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. അടുത്ത അറിയിപ്പ്, പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31 2026 ജനുവരി 1 മുതൽ ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതാണ്. ഇത് നികുതി ഫയലിംഗുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, നിക്ഷേപങ്ങൾ, മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെ ബാധിക്കും. സമയപരിധി കഴിഞ്ഞാൽ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതാണ്. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത വ്യക്തികൾക്ക് പിഴകൾ നൽകേണ്ടി വരും. 1000 രൂപ വരെയാണ് പിഴ നൽകേണ്ടി വരിക. അതിനാൽ ഇനിയും ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കാത്തവർ ഡിസംബർ 31 മുൻപായി അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഡിസംബർ 31 വരെ മാത്രമാണുള്ളത്. അപേക്ഷ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 31 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അർഹതയുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 31 വരെയാണുള്ളത്. ഇനിയും റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്തവർ അത് കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.